നമസ്കാരം. ഹൈറേഞ്ച് കുടുംബത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ചർച്ച എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, നിങ്ങളുടെ എല്ലാ ചോദ്യത്തിനുമുള്ള ഒരു ഉത്തരമാണ്. കാരണം നമുക്ക് ഒരുപാട് പേര് കമൻറ്റ്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ കമൻറ്റ്സിനെല്ലാം നമുക്ക് റിപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞാൽ ഞാൻ മാക്സിമം നോക്കുന്നുണ്ട്. മാക്സിമം ഞാൻ റിപ്ലൈ ചെയ്യാവുന്നതിന് മാക്സിമം ചെയ്യുന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. എന്നാലും റിപ്ലൈ കിട്ടാത്തവർ ക്ഷമിക്കുക കേട്ടോ. അപ്പോൾ അവർക്ക് എല്ലാവർക്കും വേണ്ടിയുള്ളൊരു ഉത്തരവാണ്. അപ്പോൾ കാരണം ഒരേ ചോദ്യങ്ങൾ തന്നെ ഒരുപാട് പേര് ആവർത്തിച്ച് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെല്ലാം നമ്മൾ ഈ റിപ്ലൈ ചെയ്യണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണിത്. അപ്പോൾ നമുക്ക് ഓരോരുത്തരൊക്കെ തുടങ്ങിയാലോ. അപ്പോൾ അതായത് ഇപ്പോൾ ഞാൻ ഓരോരുത്തരുടെ പേര് പറയുന്നില്ല കേട്ടോ, പേര് പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പം എൻ്റെ മെയിൽ ഐ ഡി വേറെയാണ്, യൂട്യൂബ് നെയിം വേറെ ആയാൽ കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല, അതിലൊന്നും ഒരു പ്രശ്നമില്ല. നമുക്ക് മെയിൽ ഐ ഡി ഏത് മെയിൽ ഐ ഡി വെച്ച് വേണം നമുക്ക് തുടങ്ങാം. യൂട്യൂബ് ചാനലിന് പേര് കൊടുക്കുന്നത് നമുക്ക് ഇഷ്ടമുള്ള പേരാണ് കൊടുക്കുന്നത്, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. ഓക്കെ. പിന്നെ അടുത്ത് തന്നെ ഹൗ ടു സ്റ്റാർട്ട് യൂട്യൂബ് ചാനൽ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാനിവിടെ കൊടുക്കാം. ഓൾറെഡി എങ്ങനെയാണ് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് എന്ന് ഓൾറെഡി നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് അങ്ങനെ ചെയ്യാം. പിന്നെ വെരി ഗുഡ് വീഡിയോ ആണ്, നല്ല വീഡിയോ ആണ്. ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ, ഒരുപാട് പേര്. പുതിയ ചാനലാണ്, നിങ്ങളുടെ ചാനൽ ജനുവരി തൊട്ട് കാണാറുണ്ട്. ഒരുപാട് നന്ദി. പിന്നെ ഇതേണ്ടേ വേറെ ഉണ്ട്, മോണിറ്റൈസ് ആയെന്ന് എങ്ങനെ അറിയാം, ഡോളർ കയറുന്നുണ്ടെന്ന് എങ്ങനെ മനസ്സിലാക്കാം. അതായത് ഒരു ചാനൽ മോണിറ്റൈസ് ആയെന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും, അതുപോലെ തന്നെ നമുക്ക് ഡോളർ കയറുന്നുണ്ടോ എന്നെങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ പറ്റും. അത് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് YT സ്റ്റുഡിയോ എന്ന് പറയുന്ന സംഭവമുണ്ട്, യൂട്യൂബ് സ്റ്റുഡിയോ. അതിൽ യൂട്യൂബ് സ്റ്റുഡിയോ എന്ന് പറയാൻ നമുക്ക് ഒന്നെങ്കിൽ പ്ലേ സ്റ്റോറിൽ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. യൂട്യൂബ് സ്റ്റുഡിയോ ഡൗൺലോഡ് ചെയ്തത് YT സ്റ്റുഡിയോ കൊണ്ട് ഒരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ അതെടുത്തിട്ട് നിങ്ങളുടെ മൊബൈലിൽ നിങ്ങളുടെ മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നിങ്ങളുടെ മൊബൈലിനകത്ത് കിടക്കുന്ന യൂട്യൂബായിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് അത് YT സ്റ്റുഡിയോ ലിങ്ക് ആവും. പിന്നീട് നമ്മൾ YT സ്റ്റുഡിയോ കയറി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നിങ്ങളുടെ ഓരോ വീഡിയോയുടെ ആ ഗ്രാഫും അതെങ്ങനെയാണ് പോകുന്നത്, അത് ആരൊക്കെയാണ് കാണുന്നത്, ഏത് ഏജിലുള്ള ആൾക്കാരാണ് കാണുന്നത്, എത്ര വ്യൂ ആയി, എത്ര ഡോളർ കയറുന്നുണ്ട്, നമുക്ക് എത്ര രൂപ കിട്ടാറായി, മോണിറ്റൈസ് ആകാറായോ എന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ തന്നെയുമല്ല, ഞാൻ ആദ്യം പറഞ്ഞായിരുന്നു ഒരു മെയിൽ ഐ ഡി വെച്ചാണ് നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത്. അപ്പോൾ ഇതേ മെയിൽ ഐ ഡിയിലോട്ട് തന്നെ നമുക്കുള്ള ഇൻസ്ട്രക്ഷൻസ് എല്ലാം നമുക്ക് യൂട്യൂബിൽ നിന്ന് മെയിൽ വരാറുണ്ട്. അതേ മെയിൽ ഐ ഡി തന്നെ. നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ആ മെയിൽ ഐ ഡി ഒന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. കാരണം മോണിറ്റൈസ് ആകാറായിട്ടുള്ള ആ യൂട്യൂബ് ചാനൽ ആയിട്ട് നിൽക്കുന്ന ആൾക്കാർ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് മെയിൽ ഐ ഡി ഒന്ന് പരിശോധിക്കുക. അതിനകത്തെല്ലാം അതായത് നമുക്ക് മോണിറ്റൈസ് ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, അവർ മെയിൽ ചെയ്യും, നിങ്ങളുടെ ചാനൽ മോണിറ്റൈസ് ആയിട്ടുണ്ട്, നിങ്ങൾക്ക് മോണിറ്റൈസേഷന് വേണ്ടി അപ്ലൈ ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വീണ്ടും പറയുന്നു, ഉടനെ 1000 സബ്സ്ക്രൈബേഴ്സും 4000 വാച്ച് അവേഴ്സും ആയി കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾ നിങ്ങൾ ഉടനെ മോണിറ്റൈസ് അപ്ലൈ ചെയ്യരുത്. വീണ്ടും കാത്തിരിക്കുക. 1000 സബ്സ്ക്രൈബേഴ്സും ഒരു 1200 ആയിക്കോട്ടെ, 4000 വാച്ച് അവേഴ്സും ഒരു 4500 വാച്ച് അവേഴ്സ് ആയിക്കോട്ടെ, എന്നിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്താൽ മതി. അതിനുശേഷം അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ വീണ്ടും നിങ്ങളുടെ ചാനലൊന്ന് പരിശോധിക്കുക. വീണ്ടും കോപ്പിറൈറ്റ് ഒക്കെ വന്നേക്കെന്നുള്ള വീഡിയോയ്ക്ക് എന്ത് ചെയ്യണം, നമ്മൾ റിമൂവ് ചെയ്ത് കളയുക. മനസ്സിലായോ? റിമൂവ് ചെയ്യുക. എന്തെങ്കിലും പ്രശ്നമുള്ള വേറെ എന്തെങ്കിലും നമ്മൾ മ്യൂസിക്കായിട്ട് നമുക്ക് സ്ട്രൈക്ക് വന്നേക്കുന്നു, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ നേരെ അത് റിമൂവ് ചെയ്യുക, എന്നിട്ട് അപ്ലൈ ചെയ്യുക. അതാണ്. അല്ലാതെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും വലിയൊരു പ്രോബ്ലമായിട്ട് വരും. ഓക്കെ. പിന്നെ അങ്ങനെ ഒരുപാട് പേര്, നല്ല വീഡിയോ ആണ്, അങ്ങനെ ഒരുപാട് പേര് എനിക്ക് സബ്സ്ക്രൈബേഴ്സ് 200 ആയി, വാച്ച് അവേഴ്സ് 2000 ആയി, ഇനി ഞാൻ എന്താ ചെയ്യുക, എന്നെ കൊണ്ട് സാധിക്കുമോ? തീർച്ചയായിട്ടും സാധിക്കും. അതെന്താ, സബ്സ്ക്രൈബേഴ്സ് 200 ആയി, വാച്ച് അവേഴ്സ് 2000 ആയി. ഒന്ന് ഓർത്ത് വയ്ക്കുക. ഇനി എന്നാ, വാച്ച് അവേഴ്സ് ഒരു 2000 കൂടെ ആയി കഴിഞ്ഞാൽ 4000 വാച്ച് അവേഴ്സ് ആവും. പിന്നെ എന്നാ 200 എന്ന് പറയുന്നത് പെട്ടെന്ന്. നിങ്ങൾ വീഡിയോ ഒന്നും നോക്കണ്ട, ഇത് നോക്കിയിരിക്കും. ഞാൻ പറഞ്ഞില്ലേ, ഒരിക്കലും നമ്മൾ എത്ര സബ്സ്ക്രൈബറായി, എത്ര വാച്ച് അവേഴ്സ് ആയി എന്ന് വേണം നിങ്ങൾ നോക്കിയിരിക്കാതെ നിങ്ങൾ അടുത്തടുത്ത വീഡിയോ ഇട്ടുകൊണ്ടേ ഇരിക്കുക. അടുത്തടുത്ത് വീഡിയോ എടുക്കുക, അത് ഓട്ടോമാറ്റിക്കായിട്ട് വന്നിരിക്കും. അതാ പറഞ്ഞു, ഒരു 3 കറക്റ്റായിട്ട് നമ്മൾ വീഡിയോ ഫോളോ അപ്പ് കറക്റ്റായിട്ട് നമ്മൾ ഇന്ന് ഡെയിലി ഇടുകയാണെങ്കിൽ ഒരു 3 മാസം പോലും വേണ്ട നമ്മുടെ ഒരു ചാനൽ മോണിറ്റൈസ് ആകാൻ. അതാദ്യം മനസ്സിലാക്കുക. ഓക്കെ. പിന്നെ സ്റ്റാർട്ട് ചെയ്തതിനുള്ള സബ്സ്ക്രൈബേഴ്സും ഇല്ല, വ്യൂസും ഇല്ല, എല്ലാം എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുമോ? അങ്ങനെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് കേട്ടോ. അതായത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുമോ? അത് ഏത് രീതിയിലാണ് ഞാൻ സപ്പോർട്ട് ചെയ്യുക? അതാണ് സപ്പോർട്ടാണല്ലോ ഞാൻ ചെയ്യുന്നത്. ഓരോ വീഡിയോ എൻ്റെ ജോലി അതാണല്ലോ. നിങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു തരാറുണ്ട്. എൻ്റെ അറിവ് വെച്ച് എനിക്കറിയാവുന്ന രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും
ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. അതായത് YT സ്റ്റുഡിയോയിൽ നമുക്ക് എങ്ങനെ ചെയ്യാം, ഒരു വീഡിയോ എങ്ങനെയാണ് അപ്ലോഡ് ചെയ്യുന്നത്, അത് ഏത് ഹാഷ്ടാഗ് യൂസ് ചെയ്യാം, അതെങ്ങനെ ഇടണം, എന്താ പറയുക, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും എൻ്റെ ചാനലിലൂടെ പറയുന്നു. ആർക്ക് വേണ്ടിയാണ്? നിങ്ങൾക്ക് വേണ്ടിയാണ്. നിങ്ങൾ ഓരോ ദിവസവും എന്താ പറയുക സപ്പോർട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. പിന്നെ എന്താ പറയുക, അതാ പറഞ്ഞല്ല, പിന്നെ എന്താ പറയുക, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചോദിക്കാം കേട്ടോ. ധൈര്യമായിട്ട് മെസ്സേജ് ചെയ്യുക. എന്നെ കൊണ്ടാകുന്ന രീതിയിൽ ഞാൻ എല്ലാ ഹെൽപ്പും ഞാൻ ചെയ്തു തരുന്നതായിരിക്കും. പിന്നെ സബ്സ്ക്രൈബേഴ്സ് കൂടാൻ അതല്ല, പിന്നെ ഒരുപാട് പേര് ഒരുമിച്ച് മുന്നേറാൻ ആരൊക്കെ ഉണ്ടെന്ന് ചോദിച്ചിട്ട് നമ്മുടെ ഈ വീഡിയോയുടെ താഴെ ഒരുപാട് പേര്, അപ്പോൾ അതിനകത്ത് ഒരുപാട് പേര് കമൻറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഞാൻ പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അങ്ങനൊരു ഇതുണ്ടെങ്കിൽ നിങ്ങൾ, അതായത് ഈ കമൻറ്റ്സ്, എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എന്ത് ചെയ്യണം, നമ്മുടെ ഇതിനകത്ത് ഒരുമിച്ച് മുന്നേറാൻ ആരൊക്കെ ഉണ്ട്, നിങ്ങൾ ധൈര്യമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറയുക പരിചയപ്പെടുക, അങ്ങോട്ടും ഇങ്ങോട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ കേട്ടോ. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ഒരാളുടെ വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പം അവരുടെ വീഡിയോയിൽ ആ ഒരു വീഡിയോയും കൂടെ എടുത്ത് മിനിമം ഒരു 3 മിനിറ്റെങ്കിലും കാണണം. എന്നാലേ ഒരു വ്യൂ ആയിട്ട് കൂട്ടുകയുള്ളൂ. മനസ്സിലായോ? അപ്പോൾ എന്നാലേ അവർക്ക് എന്താ പറയുക, അവർക്ക് വാച്ചവേഴ്സും കിട്ടത്തുള്ളൂ, ഒരു സബ്സ്ക്രൈബേഴ്സും കൂടെ കിട്ടത്തുള്ളൂ. അതുപോലെ തന്നെ തിരിച്ചും നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ ഒന്ന് എന്താ പറയുക ഒന്ന് കൈകോർക്കുകയാണെങ്കിൽ ഇതൊക്കെ വളരെ നിസ്സാരമാണ്. അത്ര നമുക്കൊന്ന് മനസ്സിലാക്കിയാൽ മതി. പിന്നെ അടുത്ത, ഞാൻ 3 വർഷത്തോളമായി തുടങ്ങിയിട്ട് എനിക്ക് ഒന്നും ആയില്ല. സബ്സ്ക്രൈബർ കുറയുന്നുണ്ട്, കയറുന്നില്ല. എന്താണ് കാരണം? തീർച്ചയായിട്ടും അതായത് നമ്മൾ വീഡിയോ ഇട്ടു, കുറച്ച് നാൾ വീഡിയോ ഇട്ടു, പിന്നീട് നമ്മൾ വീഡിയോ ഒന്നും ഇടുന്നില്ല. വീഡിയോ ഇടാതായിരിക്കുമ്പോഴത്തേക്കും നമുക്കൊരു നല്ലൊരു ഗ്യാപ്പ് വരികയാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ എന്താ പറയുക യൂട്യൂബ് എടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഒരു ചാനൽ എടുക്കുന്നു. അപ്പോൾ ഇവരുടെ വീഡിയോ ഒന്നുമില്ല. അപ്പോൾ വെറുതെ എന്തിനാണ് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്തേക്കുന്നത്? അതുകൊണ്ട് ആൾക്കാർ അൺസബ്സ്ക്രൈബ് ചെയ്യും. അങ്ങനെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കുറഞ്ഞു വരും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ വീഡിയോ ഇടുന്നത് നിർത്താതിരിക്കുക, തുടർച്ചയായിട്ട് വീഡിയോ ഇട്ടുകൊണ്ടേ ഇരിക്കുക. പിന്നെ എനിക്ക് ഒരു പ്രമോഷൻ്റെ ഭാഗമായിട്ടാണ് യൂട്യൂബ് ചാനൽ വേണ്ടത്. അതിന് ഏതാണ് നല്ലത്? ഷോർട്സ് ആണോ ഫുൾ ലെങ്ത് വീഡിയോ ആണോ നല്ലത്? തീർച്ചയായിട്ടും ഷോർട്സ് ആണ് നല്ലത്. നിങ്ങൾക്ക് അതായത് നിങ്ങൾക്ക് യൂട്യൂബിലൂടെ ഒരു വരുമാനം അങ്ങനെയൊന്നുമല്ല നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു പ്രോഡക്റ്റിൻ്റെ പ്രൊമോഷൻ, അല്ലെ ഒരു ഷോപ്പ് ഉള്ളവരായിക്കോട്ടെ, അങ്ങനെ എന്തോ ആയിക്കോട്ടെ, അല്ല നിങ്ങൾക്കൊരു പ്രോഡക്റ്റ് ആയിക്കോട്ടെ, ആ പ്രോഡക്റ്റ് വിൽക്കാൻ വേണ്ടിയിട്ടുള്ളത് എന്തോ ആയിക്കോട്ടെ, അതിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ യൂട്യൂബ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നല്ലത് ഷോർട്സ് ആണ് നല്ലത്. കാരണം ഷോർട്സ് ആണ് കൂടുതൽ റീച്ചിലേക്ക് എത്തുക. കാരണം നമുക്ക് ആ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ആൾക്കാരിലേക്ക് എത്തും. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ഒരു ഷോപ്പിൻ്റെ ഉദ്ഘാടനം ആയിക്കോട്ടെ, ടോവിനോ വന്ന് ഉദ്ഘാടനം ചെയ്യുന്നു, അല്ലെ സിനിമാ താരങ്ങൾ വന്ന് ഉദ്ഘാടനം ചെയ്യുന്നു, ഇതിൻ്റെ എല്ലാം നമുക്ക് ആദ്യം നമ്മളിലേക്ക് എത്തുന്നത് വീഡിയോ അല്ല, ഷോർട്സ് ആയിട്ടായിരിക്കും. എന്നിട്ടായിരിക്കും നമ്മൾ വീഡിയോയിലേക്ക് ക്ലിക്ക് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നല്ലത് ഷോർട്സ് ആണ് ഏറ്റവും നല്ലത് ഇങ്ങനെയുള്ളതിന്. പിന്നെ നിങ്ങൾ യൂട്യൂബിലൂടെ പണം നേടാനാണെങ്കിൽ ഉദ്ദേശിക്കുന്നത്, അല്ലെ യൂട്യൂബിലൂടെ ഒരു ഉപജീവന മാർഗ്ഗമാണ് കണ്ടെത്താൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഷോർട്സിനേക്കാൾ നല്ലത് വീഡിയോ ആണ്. പിന്നെ അതിനകത്ത് ഒരു കാര്യമുണ്ട്, സബ്സ്ക്രൈബേഴ്സ് പെട്ടെന്നാകുവാൻ ഷോർട്സ് ആണ് നല്ലത്. ഈ സബ്സ്ക്രൈബേഴ്സ് ആയതിനു ശേഷം പണം നേടാൻ ഏറ്റവും നല്ലത് വീഡിയോ ആണ് നല്ലത്. അപ്പം നിങ്ങളുടെ ഒരു ചാനൽ മോണിറ്റൈസ് ആയിക്കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം? വീഡിയോ ഇടാൻ കാണും. അതായത് വീഡിയോയ്ക്ക് നമുക്ക് എന്താ പറയുക, ഒരു 1K ഏറ്റവും കുറഞ്ഞത് ഒരു $78.78 വെച്ച് നമുക്ക് പെർ 1K നമുക്ക് $0.78 വെച്ച് നമുക്ക് കിട്ടും. അങ്ങനെയാണ് ഇത്. പിന്നെ അടുത്ത ഷോർട്സ് വീഡിയോസ് 3 മാസം കൊണ്ട് എലിജിബിൾ ആവാൻ എന്തൊക്കെയാണ് വേണ്ടത്? എത്ര വാച്ച് അവേഴ്സ് വേണം? എത്ര വ്യൂസ് വേണം? ഷോർട്സിനകത്ത് വാച്ച് അവേഴ്സ് ഇല്ല. ഞാൻ നേരത്തെ പറഞ്ഞു, ഷോർട്സിനകത്ത് നമുക്ക് 3 മാസം കൊണ്ട് വ്യൂസ് മാത്രമാണ്. അതായത് 3 മാസം കൊണ്ട്, അതായത് 90 ദിവസം കൊണ്ട് നമുക്ക് വേണ്ടത് 10 മില്യൺ വ്യൂസാണ് വേണ്ടത്. അതല്ലെങ്കിൽ 90 ദിവസം കൊണ്ട് നമുക്ക് വേണ്ടത് 3 മില്യൺ വ്യൂസാണ്. അതാണ് പകുതി മോണിറ്റൈസേഷൻ വേണം. ഒന്നെങ്കിൽ ഏറ്റവും കുറഞ്ഞത് 3 മില്യൺ വേണം, അല്ലെങ്കിൽ 10 മില്യൺ വേണം. അപ്പോൾ ഇതാണ്, അല്ല വ്യൂസ് മാത്രമാണ്, അല്ല അതിനകത്ത് വാച്ച് അവേഴ്സ് ബാധകമല്ല. അതുപോലെ സബ്സ്ക്രൈബേഴ്സും ബാധകമല്ല ഷോർട്സിനകത്ത്. ഓക്കെ. പിന്നെ യൂട്യൂബ് വരുമാനം കൊണ്ട് വീട് വയ്ക്കാൻ പറ്റുമോ? അതിനു മാത്രം പണം യൂട്യൂബിൽ നിന്ന് കിട്ടുമോ? അതിന് മാത്രം പണം യൂട്യൂബിൽ നിന്ന് കിട്ടുമോ? വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. തീർച്ചയായിട്ടും പറ്റും. അത് നമ്മളൊന്ന് ഓർത്ത് വെക്കുക. വലിയ യൂട്യൂബേഴ്സ്, എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒത്തിരി വലുതൊന്നും വേണ്ട, നമ്മുടെ ഈ കേരളത്തിലുള്ള എത്ര യൂട്യൂബേഴ്സ് ഉണ്ട്. അപ്പോൾ അവരെല്ലാം യൂട്യൂബിൻ്റെ പൈസ കൊണ്ടാണ്
കാറ് മേടിക്കുന്നു, വീട് വയ്ക്കുന്നു, സ്ഥലം മേടിക്കുന്നു, വാഹനം മേടിക്കുന്നു, ഇതെല്ലാം ചെയ്യുന്നത്. തീർച്ചയായിട്ടും നമുക്കും പറ്റുന്ന കാര്യമാണിത്. അല്ല അവർക്ക് മാത്രമല്ല, ഞാൻ പറഞ്ഞില്ല, ഒരു യൂട്യൂബ് എന്ന് പറയുന്ന ആരുടെയും സ്വന്തമൊന്നുമല്ല, ആരും അടക്കി വാഴുന്നൊന്നുമല്ല. അത് നിങ്ങൾക്കും പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പം അതെങ്ങനെ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഒരു വളരെ നിങ്ങൾക്കറിയാം, ഒരു 8000 സംതിങ് 8K.4 അത്ര ഉള്ള സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു ചാനലാണ് എൻ്റെ ചാനൽ. അപ്പം ഈ ചാനലിൽ നിന്ന് നമുക്ക് ഏകദേശം ഒരു, അതായത് ഞാൻ എൻ്റെ എന്താ പറയുക, എൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങളെടുത്തൊന്ന് പരിശോധിച്ചാൽ മതി. എനിക്ക് കിട്ടുന്ന വരുമാനം എന്ന് പറഞ്ഞാൽ, ഞാൻ വളരെ എന്താ പറയുക, വീഡിയോ ഇടുന്നത് വളരെ കുറവാണ്. എന്നിട്ട് പോലും എനിക്ക് കിട്ടുന്ന വരുമാനം എന്ന് പറഞ്ഞാൽ ഒരു 13K അല്ലെങ്കിൽ 12K, അതായത് വല്ലപ്പോഴും വീഡിയോ ചെയ്യുന്നത്. എന്നാൽ ഇതിലേക്ക് ഇറങ്ങി തിരിച്ച് വീഡിയോ സ്ഥിരമായിട്ട് ഇടുന്നവർക്കാണല്ലോ എത്ര രൂപ ഉണ്ടാക്കാൻ പറ്റും. ഞാൻ വല്ലപ്പോഴും വീഡിയോ ഇട്ട് എനിക്കൊരു 13K ആ ഒരു രൂപ എനിക്ക് ഉണ്ടാക്കാമെങ്കിൽ ഇതിലേക്ക് വേണ്ടി ഒരു ദിവസം 2 വീഡിയോ അല്ലെങ്കിൽ ഡെയിലി ഇങ്ങനെ വീഡിയോ, ഫുൾ ലെങ്ത് വീഡിയോ, അത് അത്യാവശ്യം നല്ല വ്യൂസും കയറുന്നുണ്ട്. അങ്ങനെയാണ് ഉണ്ടെങ്കിലത്തെ അവസ്ഥയൊന്ന് ഓർത്ത് നോക്കി. മാസം ഏറ്റവും കുറഞ്ഞൊരു 1.5 ലക്ഷം 2 ലക്ഷം രൂപ വെച്ച് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും യൂട്യൂബിലൂടെ. അപ്പം അങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ആർക്കാണ് വീട് മേടിക്കാൻ പറ്റത്തില്ലാത്തത്, ആർക്കാണ് കാർ മേടിക്കാൻ പറ്റത്തില്ലാത്തത്? അത് അവർക്ക് മാത്രമല്ല, നിങ്ങളെ കൊണ്ട് സാധിക്കും. നിങ്ങളും ഇന്ന് തന്നെ തുടങ്ങുക യൂട്യൂബ് ചാനൽ. അതാണ് ഞാൻ പറയുന്നത്, എല്ലാവരും യൂട്യൂബ് ചാനൽ തുടങ്ങുക. പിന്നെ മറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറച്ച് നാളും കൂടെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് ഇതിനൊക്കെ ഒരു ഭയങ്കര ഒരു പ്രശ്നം വരും. യൂട്യൂബ് ചാനൽ പിന്നെ ചുമ്മാ തുടങ്ങാനൊന്നും മേല, അങ്ങനത്തെ ഒരു അവസ്ഥയൊക്കെ ആവും. അപ്പോൾ അതിലും ഭേദം ഇന്നേ നിങ്ങൾ യൂട്യൂബ് ചാനൽ തുടങ്ങി വയ്ക്കുക. പിന്നീട് അത് തുടങ്ങാമെന്ന് പറഞ്ഞാൽ അതൊക്കെ വലിയൊരു വെല്ലുവിളിയായി, ഇതൊക്കെ ഒരു വലിയൊരു പ്രശ്നമായിട്ട് വരും. കാരണം ഒരുപാട് പേര് വന്നു കഴിയുമ്പോഴത്തേക്കും പിന്നെ അതുകൊണ്ട് അതിനു മുമ്പ് തന്നെ തുടങ്ങി വെക്കുക, അതാണ് ഏറ്റവും നല്ലത്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ഇതിലേക്ക് പോകാം. ഹായ് ഡിയേഴ്സ്, എനിക്ക് മോർണിംഗ് 8 AM വീഡിയോസ് ഇടുമ്പോൾ ചില ടൈമിൽ വ്യൂസ് കയറും, അല്ലെങ്കിൽ കയറില്ല. അപ്പോൾ വേറെ ഏത് ടൈമാണ് നല്ലത്? അതായത് എൻ്റെ അടുത്ത് ചോദിച്ചേക്കുന്നത്, രാവിലെ 8 മണിക്ക് വീഡിയോ ഇടുന്നുണ്ട്, അപ്പം ചില സമയത്ത് കയറുന്നുണ്ട്. അപ്പം പിന്നെ അത് അല്ലെങ്കിൽ പിന്നെ ഏത് സമയമാണ് നല്ലതെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. നമ്മുടെ യൂട്യൂബിനകത്ത് വൈറ്റി സ്റ്റുഡിയോയ്ക്കകത്ത് നിങ്ങൾ അനലൈസിനകത്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതെല്ലാം പരിശോധിക്കാൻ പറ്റും. നിങ്ങൾക്ക് ആദ്യമായിട്ട് വേണ്ടത് വൈറ്റി സ്റ്റുഡിയോ ആണ്. ഒരു യൂട്യൂബ് ചാനലുള്ളവർ ഏറ്റവും മസ്റ്റായിട്ടും ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആപ്പാണ് വൈറ്റി സ്റ്റുഡിയോ. ഈ വൈറ്റി സ്റ്റുഡിയോയ്ക്കകത്ത് നമുക്കെല്ലാം ഉണ്ട്. നമുക്ക് നമ്മുടെ വീഡിയോ കയറുന്ന ടൈം ഏതാണ്, നമ്മളിപ്പോൾ ഇത്രയും വീഡിയോ ഇട്ടു, ഈ വീഡിയോസ് എല്ലാം കയറുന്ന ഏറ്റവും കൂടുതൽ ആൾക്കാർ കാണുന്നു, അല്ലെങ്കിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റിയ ടൈം ഏതാണെന്ന് ഈ വൈറ്റി സ്റ്റുഡിയോ നമ്മുടെ അടുത്ത് പറയും. അതനുസരിച്ച് ഇടുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ രാവിലെ 8 AM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 AM ചിലർക്ക് പറ്റുമായിരിക്കും കേട്ടോ, നല്ലതായിരിക്കാം. പക്ഷേ എനിക്കത്ര ഞാൻ നല്ലൊരു സജസ്റ്റ് ചെയ്യുന്ന ഒരു ടൈമൊന്നും അല്ല രാവിലെ എന്ന് പറയുന്നത്. എപ്പോഴും വൈകിട്ട്, കാരണം രാവിലെ ഈ ജോലിക്ക് പോകുന്നു, അല്ലെ വർക്കിന് പോകുന്നു, അല്ലെ പഠിക്കാൻ പോകുന്നു, അങ്ങനെ ഒരുപാട് തിരക്കുള്ളൊരു ടൈമാണ് 8 AM. ആ സമയത്ത് നമ്മൾ യൂട്യൂബ് ചാനൽ കണ്ടുകൊണ്ടിരിക്കുക എന്നൊക്കെ പറയുന്നത് വളരെ കുറവായിരിക്കും. അപ്പോൾ ആ സമയത്തല്ലാതെ നിങ്ങൾ എപ്പോഴും അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുന്നത് എപ്പോഴും വൈകിട്ട് ഒരു 4 മണിക്ക് ശേഷം ഒരു 7 മണിക്ക് മുൻപ്, വൈകുന്നേരം 7 മണിക്ക് മുമ്പ് 4 മണിക്ക് ശേഷവും, അങ്ങനെ ആ ഒരു ടൈം നിങ്ങൾ എടുക്കുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും കൂടുതൽ നല്ലതെന്ന് തോന്നുന്നു. കൂടുതലും ചാനലുകാരെല്ലാം യൂട്യൂബേഴ്സ് എല്ലാം ഇടുന്നത് ആ സമയത്താണ്. പിന്നെ അടുത്തത്, എൻ്റെ വാച്ച് അവേഴ്സ് ഇന്ന് കംപ്ലീറ്റ് ആയിട്ടോ, വളരെ ഗുഡ്, സൂപ്പർ അടിപൊളി, അങ്ങനെ വരട്ടെ. ബട്ട് മോണിറ്റൈസേഷൻ പ്രോസസ്സ് ചെയ്തു തുടങ്ങിയിട്ടില്ല. പ്രോസസ്സ് ഇപ്പോൾ ചെയ്യരുത് സുഹൃത്തെ, കുറച്ചുകൂടെ കഴിഞ്ഞ് ചെയ്താൽ മതി. കുറച്ചുകൂടെ കയറിക്കോട്ടെ. ഏതൊക്കെയാണെങ്കിലും ഇപ്പോൾ മോണിറ്റൈസേഷൻ വാച്ച് അവേഴ്സ് ഇന്ന് കംപ്ലീറ്റ് ആയല്ലോ. അപ്പോൾ കുറച്ചുകൂടെ കഴിഞ്ഞ് നിങ്ങൾ വെയിറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ അപ്ലൈ ചെയ്താൽ മതി. പിന്നെ ഞാൻ ഡെയിലി ഷോർട്സ് ആണ് ഇടുന്നത്, അത് വെച്ച് 1 year കൊണ്ട് വാച്ച് അവർ ഉണ്ടാക്കാൻ പറ്റില്ലേ? ഇതാണ് ഞാൻ പറഞ്ഞത്. അത് നമ്മൾ ഒരുപാട് പ്രാവശ്യം ഞാനിത് പറഞ്ഞു. ഒരിക്കലും ഷോർട്സിലൂടെ വാച്ച് അവേഴ്സ് അല്ല കിട്ടുന്നത്, നമുക്ക് വാച്ച് അവേഴ്സ് അല്ല കൂട്ടുന്നത്. ഷോർട്സിലൂടെ എപ്പോഴും നമ്മൾ കൂട്ടുന്നത് വ്യൂസാണ്. നിങ്ങൾ 10 million വ്യൂസാണ് 3 മാസം കൊണ്ട്. ഓക്കെ, പിന്നെ ഒരുമിച്ച് മുന്നേറാതിരിക്കണം. അങ്ങനെ അതിനെല്ലാം നിങ്ങളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഞാൻ ചാനൽ തുടങ്ങിയിട്ട് 3 മാസം കഴിഞ്ഞു. ഞാൻ ചാനൽ തുടങ്ങിയിട്ട് 3 മാസം കഴിഞ്ഞു. ഇതുവരെ മോണിറ്റൈസ് ആയില്ല. ഇനി എനിക്ക് ആ ചാനൽ ഉപയോഗിക്കാൻ പറ്റുമോ? തീർച്ചയായും ഉപയോഗിക്കാൻ പറ്റും. ഇത് പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഒരു ചാനൽ തുടങ്ങുന്നു, ഈ ജനുവരി തുടങ്ങുന്നു. അപ്പോൾ ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, അല്ലെങ്കിൽ ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഈ 3 മാസമാണല്ലോ. നമ്മളിപ്പോൾ ഡിസംബർ അവസാനം തുടങ്ങിയാൽ ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഈ 3 മാസമാണ് നമ്മുടെ ടൈമെങ്കിൽ മാർച്ചിൽ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ലെന്നിരിക്കട്ടെ. അങ്ങനെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എന്ത് ചെയ്യുക? വീണ്ടും നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുക.
അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന കഴിയുമ്പോഴത്തേക്കും യൂട്യൂബ് പിന്നെ അടുത്ത മാസം ആയി കഴിയുമ്പോൾ എങ്ങനെയായിരിക്കും യൂട്യൂബ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ആദ്യത്തെ ജനുവരി അങ്ങ് മാറ്റും, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ അങ്ങനെ ആവും. മനസ്സിലായോ? അതുകൊണ്ട് ഒരിക്കലും യൂട്യൂബ് ചാനൽ കട്ടായി പോകുന്നില്ല, അത് അങ്ങനെ തന്നെ ഉണ്ടാവും. മോണിറ്റൈസ് ആകുന്നില്ലെന്നേ ഉള്ളൂ. മോണിറ്റൈസേഷൻ ലാസ്റ്റ് അവസാനത്തെ 3 മാസം, ഏറ്റവും അവസാനത്തെ 3 മാസം എത്രയാണ് നോക്കുന്നുള്ളൂ. ഓക്കെ, നമുക്ക് അടുത്തൊരു മെസ്സേജിലൂടെ പോയിട്ട് നമുക്ക് നിർത്താം. ഒരുപാട് ലെങ്ത് ആയെന്ന് തോന്നുന്നു, നിങ്ങൾക്ക് തന്നെ ബോർ അടിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അടുത്ത ആൾ ചോദിച്ചിരിക്കുന്നത്, ഞാൻ 2023 ചാനൽ സ്റ്റാർട്ട് ചെയ്തതാണ്, ബട്ട് ഇപ്പോൾ ഒരു വീഡിയോ ബട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ബട്ട് 2025 ഷോർട്സ് ഇട്ട് നല്ല വ്യൂസ് കിട്ടി തുടങ്ങി. അതായത് ഈ 2025 ഷോർട്സ് ഇട്ട് നല്ല വ്യൂസ് കിട്ടി തുടങ്ങി. അപ്പോൾ കാര്യം ഉണ്ടാവുമോ? ഈ ചാനലിൽ വീഡിയോസ് ഇടുന്നതാണോ അതോ വേറെ ചാനൽ തുടങ്ങുന്നതാണോ നല്ലത്? എന്തിന്? ഈ ചാനൽ തന്നെ ഫോളോ ചെയ്യും, ഈ ചാനൽ തന്നെ ഫോളോ ചെയ്യുന്നതാണ് നല്ലത്. വേറെ ഒരു ചാനലിലേക്ക് എടുക്കേണ്ട ഒരു കാര്യമില്ല. 2023 അത് പോട്ടെ, 2025 നിങ്ങൾക്ക് വ്യൂ ഉണ്ടെങ്കിൽ തുടർച്ചയായിട്ട് വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ തുടർച്ചയായിട്ട് ഷോർട്സ് ഇട്ടുകൊണ്ടിരിക്കുക, അത് മതി. ആ ഒരു വീഡിയോ വെച്ച് ആ ഒരു ചാനലിൽ തന്നെ നിങ്ങൾക്ക് ഫോളോ ചെയ്യുക. അതിലൂടെ തന്നെ നമുക്ക് മോണിറ്റൈസേഷൻ സുഖമായിട്ട് നേടാൻ സാധിക്കും. അപ്പോൾ എന്താ പറയുക, ബാക്കി ഞാൻ നോക്കിയിട്ട് ബാക്കിയുള്ള കമൻസിലുള്ള ഉത്തരം ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. ആരെങ്കിലും കമൻസ് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ ഒന്നുകൂടെ നിങ്ങൾ ദയവ് ചെയ്ത് കമൻറ്റ് ചെയ്യുക. എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ സപ്പോർട്ട് ചെയ്യും, എല്ലാ രീതിയിലും ഞാൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താ പറയുക, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബും കൂടി ചെയ്തേരെ.